ആലത്തൂര് ആർക്കാവും ചാൻസ്? രാധാകൃഷ്ണൻ 100% വിജയിക്കാൻ സാധ്യതയുള്ള ആളാണ്. കഴിഞ്ഞ വട്ടം രമ്യ ഹരിദാസായിരുന്നു. രമ്യ ഹരിദാസായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രതിപക്ഷം സ്ട്രോങ് ആകാനുള്ള ഒരു സാധ്യത ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന് തന്നെ സാധ്യത കണക്കാക്കണം. അയാള് വളരെ താഴെത്തട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരാളാ. വളരെ നല്ല മനുഷ്യനാ. ഇതുവരെ അങ്ങോരുടെ പേരിൽ മോശപ്പെട്ടൊരു അഭിപ്രായം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പൊ 5 കൊല്ലം രമ്യ ഹരിദാസൊക്കെ ഇതായിട്ട് ഇവിടെ വലിയ ഇതൊന്നും ഉണ്ടായില്ല. പോയ പോക്കല്ലാണ്ട് വേറെ മെച്ചൊന്നും ഉണ്ടായില്ല. രാധാകൃഷ്ണനാണെങ്കിൽ പണ്ട് തൊട്ട് നല്ല സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിയമസഭയിൽ മന്ത്രിയായിട്ട് ഇരിക്കുന്ന ഒരാളല്ല. കഴിഞ്ഞ പ്രാവശ്യം രമ്യ ഹരിദാസ് 1,00,000 ചില്ലാനം വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം ആൾക്ക് അത് കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വോട്ട് ജയിച്ച് പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും ആളെ കൊണ്ട് ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആകെ ഇപ്പോൾ ഈ എലക്ഷന്റെ സമയം ഇപ്പോൾ 4 സ്ഥലത്ത് മറ്റേ ഇത് വെച്ചൊന്നല്ലാണ്ട് വേറെ ഒന്നും ആളെ കൊണ്ട് വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ രാധാകൃഷ്ണൻ വെച്ചാൽ കറപുരാത്ത ആളാണല്ലോ ഏത് കാലത്തും. അപ്പൊ ഇതുകൊണ്ട് രാധാകൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ആലത്തൂർ മണ്ഡലത്തില് ഇപ്പോഴത്തെ നിലപാട് വെച്ച് നോക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും രമ്യ ഹരിദാസ് തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്ക് ഈ മിനിസ്ട്രീനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ മാധ്യമങ്ങളിലൂടെ. അതിൽ തെറ്റ് ശരി നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും പ്രചാരം കൂടുതലാണല്ലോ അതിൽ. അതൊന്ന്. പിന്നെ ഈ കാർഷിക മേഖലയാണ്. കാർഷിക മേഖല ആയതുകൊണ്ട് കൂടുതൽ ഭാഗം കാർഷിക മേഖലയിലാണ്. പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലായിട്ടാണ് ആലത്തൂർ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിജയ സാധ്യത കാണുന്നത് അപ്പൊ അങ്ങനെയാണ്. അതെ, രമ്യ ഹരിദാസന് മുൻതൂക്കം കൊടുക്കാന്ന് വെച്ചപ്പോ കേന്ദ്രത്തിലെ ഭരണമൊക്കെ ഭയങ്കര മോശമായ കാരണം അപ്പൊ രമ്യ ഹരിദാസന് UDF അധികാരത്തിൽ വരണം എല്ലാവർക്കും താല്പര്യമുണ്ട്. പിന്നെ ഇപ്പൊ LDF ജയിച്ചിട്ടും ഇവിടെ ജയിച്ചിട്ടും കാര്യമില്ലാത്ത സംഭവമാണ്. എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ 20 സീറ്റ് കിട്ടിയാലും കേന്ദ്രത്തിൽ പോയി ഒന്നും ചെയ്യാനില്ല. അത് കാരണം രമ്യ ഹരിദാസിന് സാധ്യത കൂടുതലുണ്ട്. ഇപ്പൊ എങ്ങനെയാന്നുള്ളതില്ല. നല്ല സ്ഥാനാർത്ഥിയാണ് രാധാകൃഷ്ണ സാറും, നല്ല സ്ഥാനാർത്ഥിയാണ്. അത് കാരണം രണ്ടുപേർക്കും ഈക്വലാണ് അതിന്റെ സാധ്യത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50-50 50-50 ആയിട്ട് കിട്ടും. അങ്ങനെയാണ് സാധ്യത കാണുന്നത്. ഇനി അതുപോലെ പ്രസന്റ് ജയിച്ചു കഴിഞ്ഞാൽ അത് അവരോടുള്ള അംഗീകാരമായിട്ട് മാറുകയും ചെയ്തത്.